ഇന്ന് ഞാൻ റോഡിൽ കണ്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ചയാണത്. ഒരു വലിയ ലോറി കണ്ടു കഴിഞ്ഞാൽ ഇത്രയേറെ ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കേണ്ട. ലോറി കണ്ടിട്ടല്ല ഞാൻ ഭയപ്പെട്ടത്, ആ ലോറിക്കകത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ കണ്ടിട്ടാണ്. കേരള സർക്കാരിന്റെ ചെക്ക് പോസ്റ്റുകൾ വഴി ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഹെൽത്തിന്റെ അനുമതിയോടുകൂടി കേരളത്തിലേക്ക് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് ഇതുപോലെ എത്രയെത്ര ലോറികൾ, കണ്ടെയ്നറുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അങ്ങ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അവർക്ക് ഏറ്റവും വലിയ ബിസിനസ് നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഈ സോഫ്റ്റ് ഡ്രിങ്കിന്റെ വില നമ്മൾ വാങ്ങുന്നത് വെറും 10 രൂപ മാത്രം. ഇനി അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കൂടി കാണണ്ടേ? ഇതാ കാണും. ഈ സോഫ്റ്റ് ഡ്രിങ്കുകളുമായി ഈ ലോറി ഇനി എത്തുന്നത് എന്റെ ടൗണിലാണ്. ടൗണുകളേക്കാൾ ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിലെ ചെറുകിട കച്ചവടക്കാരിൽ നിന്നും ചെറു പീടികകളിൽ നിന്നും. ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് അടിമകളായിട്ടുള്ളത് കുട്ടികളും യുവാക്കളും മുതിർന്നവരുമാണ്. കുഞ്ഞുമക്കൾ നിർബന്ധം കാണിക്കുമ്പോൾ മാതാപിതാക്കൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നു. കാരണം വെറും 10 രൂപയല്ലേ ഉള്ളൂ. നിസ്സാരമായ ആ 10 രൂപകൾ എടുക്കുന്നത് നിങ്ങളുടെ ജീവനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹ രോഗികളാകുന്നു, വൃക്ക രോഗികളാകുന്നു, ഫാറ്റി ലിവർ, അമിതവണ്ണം, ഹൃദ്രോഗം, അങ്ങനെ എല്ലാം സംഭാവന ചെയ്യുന്നു ഈ 10 രൂപ. അത്രയേറെ മാരകമായ കെമിക്കലും കളറും ചാക്ക് കണക്കിന് പഞ്ചസാരയും മാത്രമാണ് ഈ 10 രൂപയിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. വെറും 10 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്കിന്റെ നിർമ്മാണ ചിലവ് എത്രയാണെന്ന് കേൾക്കണ്ടേ? വെറും 2.5 രൂപ മാത്രം. അത്രയുണ്ട് ഇതിലെ കെമിക്കൽ. അന്യസംസ്ഥാന ലോബികൾക്ക് വൻ ലാഭം കൊയ്യാൻ കേരളത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുമതി കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് നമോഭാഗം. ഇനി വെറും 10 രൂപയുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാ രോഗങ്ങളും വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇനി എന്ത് കഴിച്ചാലും കുടിച്ചാലും അതെല്ലാം വിഷമാണ്.